ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗൈനോളജി മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ പുരോഗമിക്കുന്നു. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൽ നോക്കാൻ പോകുന്നത് ജനുവരി 26 മുതൽ 28 വരെയുള്ള പ്രധാന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 26ന്റെ പ്രത്യേകത അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജനുവരി 26ന്റെ പ്രത്യേകത. നമ്മുടെ റിപ്പബ്ലിക് ദിനം, നമ്മുടെ 76ാമത് റിപ്പബ്ലിക് ദിനമാണ് ഈ കഴിഞ്ഞ ജനുവരി 26 നമ്മൾ ആചരിച്ചത്. അപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനം, 76ാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ ആചരിച്ചത് ജനുവരി 26. ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിലായിരുന്നു ഇത്തവണ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡുകളും കാര്യങ്ങളൊക്കെ നടന്നു. അവിടെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തതോടുകൂടി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇത്തവണ നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥി, അതായത് മിക്കവാറും ഓരോ ഏതെങ്കിലും രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ നമ്മളുടെ ഇതിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ട് എത്തിയിരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ആയിരുന്നു ഇത്തവണത്തെ അതിഥിയായിട്ട് വന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന് പങ്കെടുക്കുന്ന 4ാമത്തെ പ്രസിഡന്റാണ് പ്രബോവോ സുബിയാന്തോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 2025 റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ട് എത്തിയത് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ആയിരുന്നു. ജസ്റ്റ് നോട്ട് ചെയ്തോളാം. അതുപോലെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. ഇതെല്ലാം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇപ്പോൾ 2025 പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ 7 പേർക്ക് പത്മവിഭൂഷണും 19 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീ എന്നിങ്ങനെ 139 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇത്തവണ അംഗീകാരം നൽകിയത്. ഓക്കെ, അതിൽ പുരസ്കാരം നേടിയവരിൽ 23 പേര് വനിതകളാണ്. പത്മ പുരസ്കാരം നേടിയവരിൽ എത്ര പേരാണ് വനിതകൾ? 23 പേര് വനിതകളാണ്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പുരസ്കാരം കിട്ടിയ കുറച്ച് വ്യക്തികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ MT വാസുദേവൻ നായർ അല്ലേ, അടുത്തിടെ വിട പറഞ്ഞ MT വാസുദേവൻ നായർ, അതുപോലെ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാനായിരുന്ന ഒസാമു സുസുക്കി, അതുപോലെ ഗായിക ശാരദ സിൻഹ, ഇവർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ നൽകി ആചരിച്ചു. അതുപോലെ ഗായകൻ പങ്കജ് ഉദാസ്, പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ബിബേക് ദെബ്രോയ് എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷണും നൽകി. പിന്നെ ഹോക്കി താരമായ നമ്മുടെ PR ശ്രീജേഷിന് പത്മഭൂഷൺ പുരസ്കാരവും, പിന്നെ ക്രിക്കറ്റ് താരം R അശ്വിന് IM വിജയനും എന്ത് കിട്ടി? പത്മശ്രീ പുരസ്കാരങ്ങളും കിട്ടി. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളാം. പരീക്ഷയ്ക്ക് എല്ലാം ഒന്നും എടുത്ത് ചോദിക്കത്തില്ല, ഈ പ്രധാനപ്പെട്ട വ്യക്തികളെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയത് ആർക്കൊക്കെ ആയിരുന്നു? MT വാസുദേവൻ നായർ. പത്മവിഭൂഷൺ മൊത്തം 7 പേർക്ക് കിട്ടി. അതിൽ 3 പേരുടെ പേരാണ് ഇവിടെ പറഞ്ഞത്. MT വാസുദേവൻ നായർ, പിന്നെ ഒസാമു സുസുക്കി, അതുപോലെ ഗായിക ശാരദ സിൻഹ, ഇവർക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിക്കേണ്ടത്. അതുപോലെ ഗായകൻ പങ്കജ് ഉദാസും പിന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ബിബേക് ദെബ്രോയ്ക്ക് എന്ത് കിട്ടി? പത്മഭൂഷണും കിട്ടി. മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ കൊടുത്തത്. അപ്പോൾ പത്മഭൂഷൺ 19 പേരിൽ 2 പേരുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ പത്മഭൂഷൺ ലഭിച്ച PR ശ്രീജേഷ്, ഹോക്കി താരമായ PR ശ്രീജേഷിന് പത്മഭൂഷണും, പിന്നെ IM വിജയന് പത്മശ്രീയും, പിന്നെ ക്രിക്കറ്റ് താരം R അശ്വിനും പത്മശ്രീ കിട്ടി. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട പേരുകൾ മാത്രം പഠിച്ചാൽ മതി, ഒരുപാടൊന്നും അതിനകത്ത് ചോദിക്കത്തില്ല. അതുപോലെ പിന്നെ ഈ പത്മ അവാർഡുകളെ പറ്റി നമ്മൾ എല്ലാവരുടെയും വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ പുരസ്കാരങ്ങളെ പറ്റി മാത്രം പഠിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ KM ചെറിയാൻ. ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ളതാണ് അല്ലേ, ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം അന്തരിച്ചു. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ KM ചെറിയാൻ. അപ്പോൾ അദ്ദേഹം അടുത്തിടെ വിട പറഞ്ഞു. അതുപോലെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് ഉത്തരാഖണ്ഡ് മാറി. ജനുവരി 27 മുതൽ അവിടെ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, അപ്പോൾ ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിട്ട് ഏത് സംസ്ഥാനം മാറി? ഉത്തരാഖണ്ഡ് മാറി. ജനുവരി 27 മുതൽ അവിടെ പ്രാബല്യത്തിൽ വന്നു. പിന്നെ അവിടെ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചാൽ പട്ടികവർഗ വിഭാഗത്തെ ഈ ഏകീകൃത സിവിൽ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, നോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിനെ പറ്റി പറയുമ്പോൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയെ കൊണ്ട് പരിചയപ്പെടാം. പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിലെ നിലവിലത്തെ മുഖ്യമന്ത്രി. അതുകൊണ്ട് നോട്ട് ചെയ്തോളാം. അപ്പോൾ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഏകീകൃത സിവിൽ നിയമത്തിൽ അവിടുന്ന് ഏത് വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട്? പട്ടികവർഗ വിഭാഗത്തെ അതിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ പേരാണ് പുഷ്കർ സിംഗ് ധാമി.
ഓക്കെ, ഇനി പുതിയൊരു സംരംഭം. സിനിമ, ടെലിവിഷൻ, സംഗീതം, ഗെയിമിംഗ് തുടങ്ങിയ വ്യവസായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത പുതിയ സംരംഭമാണ് വേവ്സ് ബസാർ. വേവ്സ് ബസാർ, വേവ്സ് ബസാർ. ഓക്കെ, അപ്പോൾ സിനിമ, ടെലിവിഷൻ, സംഗീതം, ഗെയിമിംഗ് തുടങ്ങിയ വ്യവസായങ്ങളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പുതിയ സംരംഭമാണ് വേവ്സ് ബസാർ. ഇത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിയുടെ പേരാണ് അശ്വിനി വൈഷ്ണവ്. ഓക്കെ, അപ്പോൾ സിനിമ, ടെലിവിഷൻ, മ്യൂസിക്, ഗെയിം തുടങ്ങിയ വ്യവസായങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത സംരംഭമാണ് വേവ്സ് ബസാർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയെ പരിചയപ്പെടാം. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ പേരാണ് GR അനിൽ. നമുക്കറിയാം, അടുത്തിടെ റേഷൻ കടയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ സമരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കേട്ട്, പിന്നെ സമരമൊക്കെ പിൻവലിക്കുകയുണ്ടായി. അപ്പോൾ വാർത്തകളൊക്കെ നമ്മൾ കേട്ടാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് GR അനിൽ. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് GR അനിൽ. ഓക്കെ, അതുപോലെ നീളമുള്ള ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് അഭയ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തുടനീളമുള്ള ട്രക്ക് ഡ്രൈവർമാർ അവരുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് അഭയ്. അതുപോലെ ഒരു പുരസ്കാരമാണ് 2024 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ 2024 ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയിരിക്കുന്ന ആരാണ്? ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജനുവരി 26 മുതൽ 28 വരെയുള്ള തീയതികൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാനുള്ളത് എഴുതി പഠിക്കുക. അതുപോലെ ഗെയിനോളജി മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ള തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, യൂണിഫോം പോസ്റ്റിലേക്കുള്ള, പോലീസ് എക്സൈസ് വിഭാഗത്തിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നമ്മൾ ഫെബ്രുവരി 2nd വീക്ക് മുതൽ ആരംഭിക്കുന്നതാണ്. രാത്രി 10 മണി മുതൽ 11 മണി വരെ ആയിരിക്കും അതിൻ്റെ ക്ലാസ്സുകൾ വരെ. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരും തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്പെഷ്യൽ ടോപ്പിക്കിൽ പറയുന്ന എല്ലാ നിയമപരമായ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും